بسم الله العظيم القدرة والشان الصديق المقسم والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم الحمد لله والصلاة والسلام على أشرف الرسل وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وبشر الذين آمنوا أن لهم قدم صدق عند ربهم قال الكافرون إن هذا لساحر مبين صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم إن من عباد الله من لو أقسم على الله لأبره صدق رسول الله صلى الله عليه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم صلاة وسلاما. എന്ന് മാത്രം രണ്ട് മൂന്ന് വാക്കുകൾ നിങ്ങളോട് ഓർമ്മപ്പെടുത്തി ഞാൻ പ്രവർത്തിക്കുന്ന പക്ഷം അദ്ദേഹത്തിന്റെ ഈമാനും ഇൽമും തഖ്വയും ഇങ്ങോട്ട് പകരും. തങ്ങളോട് സഹവസിച്ച ആളുകൾക്കാണ് സഹാബി എന്ന് പറയുന്നത്. സഹാബി റളിയല്ലാഹു അൻഹും വറദൂ അൻഹു എന്ന് അല്ലാഹു പ്രഖ്യാപിച്ചവരാണ് സഹാബികൾ. അല്ലാഹുവിനെ അവർ പൊരുത്തപ്പെട്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ ചെറിയ ഒരു പൊരുത്തം കിട്ടിയാൽ തന്നെ അത് വലിയതാണ്. അങ്ങനെ അല്ലാഹുവിന്റെ പൊരുത്തം സമ്പാദിച്ച അല്ലാഹു പൊരുത്തപ്പെട്ട മഹത്തുക്കളാണ് പ്രഗത്ഭരായ സഹാബികൾ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ആ സഹാബത്തിന്റെ അതിമഹത്തായ ഈ ഡിഗ്രി എങ്ങനെയാണ് അവർക്ക് കിട്ടിയത്? മനിസ്തമഅ ബിനബിയ്യിനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുഅ്മിനൻ വലൗ സാഅ. മുഅ്മിനായ നിലക്ക് ഈമാനുള്ള നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിൽ ഒരല്പസമയമെങ്കിലും ഒരുമിച്ച് കൂടിയ മനുഷ്യനാണ് സഹാബി എന്ന് പറയുന്നത്. ആ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടിട്ടില്ലെങ്കിലും ശരി, കണ്ണു കാണാത്ത കുരുടനായി വന്നതാണെങ്കിലും സഹാബി തന്നെ. നബി തങ്ങളിൽ നിന്ന് ഒരക്ഷരവും കേട്ടിട്ടില്ല.